ഹായ് ഹലോ, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങയും കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 15 ചക്കക്കുരു നീളത്തിൽ എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മാങ്ങയുടെ 2 സൈഡും ആണ് ഞാൻ എടുത്തേക്കുന്നത്. മാങ്ങയ്ക്ക് പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാങ്ങ എടുത്ത് വെച്ചേക്കുന്നത്. അരമുറി തേങ്ങ, 5 പച്ചമുളക്, 4 ചോള വെളുത്തുള്ളി, 2 കൊച്ചുള്ളി ചെറുതായിട്ട് കീറിയത്, 1/2 ടീസ്പൂൺ ജീരകം. ചക്കക്കുരു നമുക്ക് അടുപ്പ് വയ്ക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ചക്കക്കുരുവിന്റെ കൂടെ. നമുക്കൊന്ന് മൂടി വെച്ച് ചക്കക്കുരു നല്ലതായിട്ട് വേകട്ടെ. ചക്കക്കുരു വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പുകൾ തയ്യാറാക്കാം. അതിന് അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുക്കും. വെളുത്തുള്ളി, ജീരകം 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതോട് ഇടുവാണ്. പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കും. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം, കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി അരച്ചെടുക്കാം. ഞാൻ നല്ലതായിട്ട് അരപ്പ് റെഡിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചക്കക്കുരു എന്തായാലും നമുക്ക് നോക്കാം. ചക്കക്കുരു ഏകദേശം പകുതി വേവായി. ഇനി നമുക്ക് മാങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ തീ സിമ്മിലിട്ടിട്ട് വേവിക്കാൻ വെക്കാം. മാങ്ങ വെന്തോ നമുക്ക് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങയും ചക്കക്കുരുവും വെന്ത് നല്ല പറ്റി നമുക്ക് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചൂടോടങ്ങ് ഉടയ്ക്കുമ്പോ നല്ലതായിട്ടങ്ങ് ഉടഞ്ഞു വീഴും. ഇടയ്ക്കൊന്ന് കടിക്കാനും കിടന്നാലും കുഴപ്പമില്ല. ഒരുമാതിരി നല്ലതായിട്ടൊന്ന് ഉടയ്ക്കാം. മതി. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. തീ ഒന്ന് കൂട്ടി വെച്ച് നല്ലതായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കടുക് വറുത്ത് തളി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാമേ. ഇനി നമുക്ക് ഇത് ഇട്ടു. കടുക് താളിച്ചൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ആ കടുകിന്റെയും എണ്ണയുടെ എല്ലാം രുചി അതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി.